ഖദർ മണ്ഡപത്തിൻ്റെ മുന്നിലിരിക്കുമ്പോൾ ആ ഇരു മനസ്സുകളിലും വെറും നിർവികാരത മാത്രമായിരുന്നു. ഇന്നാണ് എൻ്റെ വിവാഹം. മനസ്സുകൊണ്ട് പ്രണയിച്ച ആളെ മറന്ന് മറ്റൊരുവളുടെ കഴുത്തിൽ ഇന്ന് തൻ്റെ പേരിൽ കൊത്തിയ താലി വീഴും. അതേസമയം തൻ്റെ മറുവശം ഇരിക്കുന്നവളുടെ മനസ്സിലും നിസ്സഹായത മാത്രമായിരുന്നു. മനസ്സുകൊണ്ട് സ്നേഹിച്ച ആളോടൊപ്പം ജീവിതാവസാനം വരെ ചെലവിടൂ എന്ന് ദൃഢനിശ്ചയം എടുത്തിരുന്നവൾ. എന്നാൽ അത് ഇനി ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അവളുടെ കണ്ണിൽ നിന്നു തീരുന്ന ഓരോ തുള്ളി കണ്ണീരും അവളോട് പലതും പറയാതെ പറയുന്നത് പോലെ. അതേസമയം തൻ്റെ അരികിൽ തൻ്റെ താലിയുടെ അവകാശി ആകാൻ പോകുന്ന വ്യക്തിയെക്കുറിച്ചോർക്കെ അവൾക്ക് അയാളോട് ഒന്ന് മാപ്പ് അപേക്ഷിക്കണമെന്ന് തോന്നി. ഒന്ന് ഭൂമി പിളർന്നു പോയിരുന്നെങ്കിൽ എന്ന് തോന്നി. ആ മുഖത്ത് നോക്കിയില്ല. കാരണം നോക്കിയാൽ തന്നെ എന്ത് കാര്യം തനിക്ക് ഒരിക്കലും അയാളെ പ്രണയിക്കാൻ ആകുന്നില്ലെന്നെങ്ങനെ പറഞ്ഞു കൊടുക്കും? താൻ അയാളെ ചതിക്കുകയല്ലേ മനസ്സിൽ ഒരാളെ വെച്ച് മറ്റൊരാളെ വിവാഹം ചെയ്യുന്നത്? അതേസമയം കറുപ്പ് ബാധിച്ച തൻ്റെ കൺകളിൽ കൂടെ ഞാൻ നേരെ നോക്കി ഓടി നടന്ന വിവാഹാലോചനകൾ ഏർപ്പെടുന്ന തൻ്റെ ഉറ്റമിത്രം. ഒരു റോസ് ജുബ്ബയും വൈറ്റ് മുണ്ടുമാണവൻ്റെ വേഷം. ഒരുപാട് മാറി അവൻ. പണ്ട് ഉണക്കച്ചുളി പോലെ ഇരുന്നവൻ ഇന്ന് മനസ്സിലൊക്കെ വെച്ച് താടി ക്ലീൻ ഷേവ് ചെയ്തിരുന്നു. പിരിച്ചു വെച്ച മീശ അവൻ്റെ മുഖത്ത് ഗംഭീരം എടുത്തു കാട്ടുന്ന. ഓടി നടന്ന് ജോലികളിൽ ഏർപ്പെടുന്നതിനാലാവും ജുബ്ബ നന്നായി വിയർപ്പിനാൽ ആ ഉറച്ച ശരീരത്തിനോട് ഒട്ടിക്കിടന്നിരുന്നു. കയ്യിലെ ഇടിവള ഇടയ്ക്കിടയ്ക്ക് അമർത്തി കയറ്റി വെക്കുന്നു. ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു, എന്തിനാണ് ഈ പ്രഹസനം? ആരെ കാണിക്കാനാണ്? ജീവനോടെ ഉള്ളപ്പോൾ ഒരിക്കൽ പോലും ഒരിറ്റ് ദാഹജലം തന്നില്ല. മരിച്ചു മണ്ണടിഞ്ഞു പോയിട്ടാ ശവക്കല്ലറയിൽ പൂക്കൾ വെച്ച് മാപ്പ് അപേക്ഷിക്കുന്നതെന്തു കാര്യം? എല്ലാം ഇല്ലാതാക്കിയ നീ ഇന്ന് ഇത്ര സന്തോഷത്തിൽ എൻ്റെ കല്യാണം നടത്താൻ മുൻനിരയിൽ. എൻ്റെ പ്രണയത്തെ വേരോടെ പീതെറിഞ്ഞവൻ, എൻ്റെ സുഹൃത്തെ നശിപ്പിച്ചവൻ, ആൽബിൻ അഗസ്റ്റ് പ്ലാപ്പറമ്പിൽ അഗസ്റ്റിൻ തോമസിൻ്റെയും അന്നമ്മ തോമസിൻ്റെയും ഏക മകൻ. 8-ാം വയസ്സിൽ അച്ഛനും അമ്മയും ഒരു കാർ ആക്സിഡൻറ്റിൽ നഷ്ടമായവൻ. പിന്നീട് അവൻ്റെ വല്യമ്മച്ചി മറിയമ്മ ആണവനെ വളർത്തിയത്. താനുമായി സൗഹൃദം തുടങ്ങിയതിൽ പിന്നെ തൻ്റെ അച്ഛനും അമ്മയ്ക്കും അവൻ്റെ സ്വന്തം മകനെ പോലെ തന്നെയായിരുന്നു. തനിക്ക് സ്വന്തം സഹോദരനെ പോലെയും. തൻ്റെ മാത്രം കൊക്ക്. എൻ്റെ ചുണ്ടുകളിൽ പുച്ഛത്തിൽ കലർന്ന് ഒരു പുഞ്ചിരി വിരിഞ്ഞു. അതേസമയം ആൽബിയും തൻ്റെ നേരെ നോക്കി. ആ കണ്ണുകളിൽ സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, പിന്നെയും താൻ അറിയാതെ മറ്റെന്തൊക്കെയോ ഭാവങ്ങൾ. താലി ചാർത്തിക്കൊള്ളൂ. പൂജാരിയുടെ ശബ്ദം ചെവികളിൽ മുഴങ്ങിയതും തൻ്റെ കണ്ണുകൾ ആദ്യം ചെന്നത് ആ മഞ്ഞച്ചരടിലാണ്. ശേഷം നിറഞ്ഞ സന്തോഷത്തോടെ തൻ്റെ എതിർ വശത്ത് നിൽക്കുന്ന തൻ്റെ അച്ഛനും അമ്മയും അനുജനിലും. ആ മഞ്ഞച്ചരട് കൈകളിൽ വാങ്ങുമ്പോൾ കൈകൾ വിറച്ചിരുന്നു. എഴുന്നേറ്റ് നിന്ന് എല്ലാവരോടും ആയി പറയണമെന്നുണ്ട്. ഈ കല്യാണം നടക്കില്ല. കാരണം എൻ്റെ മനസ്സിലും ശരീരത്തിനും എല്ലാം ഒരവകാശിയേ ഉള്ളൂ. അതവൾ മാത്രമാണെന്ന്. പക്ഷേ പറ്റില്ല. കാരണം ഇന്നവൾ എവിടെന്നോ തനിക്കറിയില്ല. എല്ലാം അവസാനിപ്പിച്ചതാണ്. അവൾ ഇന്ന് തന്നെ ഓർക്കുന്നുകൂടെ ഉണ്ടാവില്ല. തൻ്റെ മാതാപിതാക്കൾക്ക് കൊടുത്ത വാക്ക് തനിക്ക് പാലിക്കണം. അവർ തൻ്റെ നന്മയെ ആഗ്രഹിക്കൂ. താനായി തന്നെ ഒരുപാട് അവരെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരിക്കലും കൂടെ ആക്കില്ല. ഞാനൊന്ന് ശ്വാസം നേരെ വിട്ട് ആ മഞ്ഞച്ചരടിൽ മുറുകെ പിടിച്ച് തൻ്റെ അരികിൽ തല കുനിച്ചിരിക്കുന്നവൾക്ക് നേരെ ആ താലിച്ചരട് ഉയർത്തുമ്പോൾ താൻ കണ്ണൊന്ന് അമർത്തി അടച്ചു. ഓർമ്മകൾ 6 വർഷം പുറകോട്ട് പോയി. അവളെ ചുമരോട് ചേർത്ത് നിർത്തിയവൻ അവളോട് ചോരച്ചുണ്ടുകൾ കവർന്നെടുത്തു. കീഴ്ചുണ്ടിനെ തൻ്റെ ആദരങ്ങളാൽ പല്ലുകളയത്തി വലിച്ചു.
എടുത്തുകൊണ്ടവൻ അവളിലേക്കൊന്നുകൂടെ ചേർന്ന് നിന്നു. അതേസമയം അവളുടെ കൈവിരലുകൾ അവൻ്റെ ഷർട്ടിനുള്ളിലൂടെ അവൻ്റെ നഗ്നമായ ഇടുപ്പിൽ മുറുകി പിടിച്ചു. അവൻ്റെ മേൽ ചുണ്ടിനെ കടിച്ച് നുണഞ്ഞെടുത്തുകൊണ്ടവൾ അവനിൽ ആധിപത്യം സ്ഥാപിച്ചു. ഇരുവരും ശരീരവും പരസ്പരം ഒരു നൂലയ പോലും അകലം ഇല്ലാതെ ഒട്ടിച്ചേർന്ന് പുണർന്നു കൊണ്ട് ചുംബനം ചൂടിൽ അലിഞ്ഞു ചേർന്നു. അവൻ്റെ കൈവിരലുകൾ അവളുടെ ശരീരത്തിനൊടുനീളം അലഞ്ഞുകൊണ്ടിരുന്നു. താൻ ആഗ്രഹിച്ചവ കിട്ടാതെ താൻ കൈകൾ വേർപെടുമായിരുന്നില്ല. കഴുത്തിൽ തെളിഞ്ഞു കാണുന്ന അവളുടെ നീലഞരമ്പ് അമർത്തിക്കടിച്ചു. ചുംബിക്കുമ്പോൾ അവളിൽ നിന്നുയർന്ന സ്വരം പോലും തന്നെ വിവശൻ ആക്കുകയായിരുന്നു. കൈ പല ദിക്കിലും സഞ്ചരിച്ചവ അവസാനം അവളുടെ ഇരുമാറിലും ചേർന്ന് നിന്നു. അവയെ വേദനിപ്പിക്കാതെ ഞെരിഞ്ഞുകൊണ്ട് തൻ്റെ ആദരങ്ങൾ അവിടെ ഇടം നേടി. ആദരങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ അവ ചുണ്ടുകൾ കടന്ന് നാവിൽ ചെന്നെത്തി. നാവുകൾ പരസ്പരം കൂട്ടിമുട്ടി ആസ്വദിച്ചു നുണഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ കൈകൾ അവൻ്റെ ഇടുപ്പിൽ നഖങ്ങളാൽ രക്തം പൊടിയിച്ചു. എങ്കിലും വേർപെടാൻ തയ്യാറാകാതെ ആദരങ്ങളിൽ നിന്നും തൻ്റെ ചുണ്ടുകൾ അവളുടെ മാറിലേക്ക് അരിച്ചിറങ്ങി അവിടെ അമർത്തിക്കടിച്ചു. ഹാ ഇച്ചു! അവളിൽ നിന്നും തന്നെ പിടപ്പിക്കുന്ന ശബ്ദം ഉയർന്നതും തൻ്റെ ചുണ്ടുകൾ വീണ്ടും വീണ്ടും അവിടെ നവാൻ തഴുകി ചുംബനങ്ങളാൽ നുണഞ്ഞുകൊണ്ടിരുന്നു. കതക് തുറക്ക്! പെട്ടെന്ന് വാതിലിൽ ആരോ മുട്ടിയപ്പോൾ ആണ് ഞങ്ങൾക്ക് രണ്ടാക്കും എന്താണ് ചെയ്യാൻ പോയതെന്ന് ധാരണ വന്നത്. അവൾ പെട്ടെന്ന് എന്നിൽ നിന്നും അകന്നു മാറി പൂമുഖം ചുമന്നു തൊടുത്തിരുന്നു. തല താഴ്ത്തി ചുമന്ന മുഖമെല്ലെ തുടച്ചു നിൽക്കുന്നു. തൻ്റെ ആലിപ്പയത്തെ ഒരിക്കൽ കൂടെ തൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി. ഒരു നിമിഷം പിടിച്ചു വെച്ച തൻ്റെ ധൈര്യം മുഖം ചോർന്നു പോകുമോ എന്ന് താൻ ഒരു നിമിഷം ചിന്തിച്ചു. ആലി, ഇങ്ങനെ ചുമ്മാതിരിക്കല്ലടാ, നിന്നെ ചിലപ്പോൾ കടിച്ചൊടുക്കും താൻ അവളുടെ ചെവിയിൽ പതിയെ മൊഴിഞ്ഞതും അവൾ തൻ്റെ നെഞ്ചിൽ നിന്ന് മാറിൽ തന്നെ കൂർപ്പിച്ചു നോക്കി. ഞാൻ ഒരു കള്ളച്ചിരിയോടെ അവൾക്ക് നേരെ ഒരു കണ്ണുറുക്കി കാട്ടി ഇരു കവിളിലും അമർത്തി ചുംബിച്ച് ഡോർ തുറന്നു. അപ്പോൾ അതാ തൻ്റെ മുന്നിൽ കട്ടക്കലിപ്പിൽ നിൽക്കുന്ന തൻ്റെ ആത്മാർത്ഥ ചങ്ക്, തൻ്റെ ക്രൈം പാർട്ണർ ആൽബിൻ അഗസ്റ്റിൻ പറമ്പിൽ. കൊക്കെ എന്താടാ? ഓ, എന്തൊരു ആട്ടാടാ! ഞാൻ ഇളിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. പിന്നെ ആട്ടാതെ നിനക്ക് ഞാൻ കെട്ടിപ്പിടിച്ചുമ്മ തരാടാ നാറി. ഇത്ര നേരം എന്തു ചെയ്യുമായിരുന്നു സാർ? എങ്ങാനും വന്നു കണ്ടാൽ തീർന്നേനെ. നിനക്കൊന്ന് സംസാരിക്കണമെന്ന് അല്ലേ പറഞ്ഞേ? എന്നിട്ടിനി ക്ലാസ് റൂമിൽ ഫസ്റ്റ് നൈറ്റ് നടത്താൻ പ്ലാൻ ചെയ്യുന്നോ? ആൽബിൻ കലിപ്പിൽ ചോദിച്ചു. ഞാനോ? ഒന്ന് പോടാ, ഞങ്ങൾ ചുമ്മാ സംസാരിച്ചേ ഉള്ളൂ അല്ലേ ആലി മോളെ? ഞാൻ ആലിയെ നോക്കി വിളിച്ചു. മോളെ അലോക്കി! ആൽബിൻ അവളെ പുഞ്ചിരിയോടെ വിളിച്ചു. എന്താ ആൽബിച്ച? അവൾ നല്ല വെടിപ്പായി ഇളിച്ചോണ്ട് വിളി കേട്ടത് മാത്രമേ അവൾക്ക് എനിക്കും ഓർമ്മയുള്ളൂ. പിന്നെ ഒരു യുദ്ധം കഴിഞ്ഞ ഫീലായിരുന്നു. അമ്മാതിരി ചീത്ത വിളിച്ചു ആയിരുന്നു കൊക്കിൻ്റെ വായിന്ന്. ചുട്ടുപൊട്ടി ചോര വന്നേനും അവളുടെ കഴുത്ത് മുറിഞ്ഞെന്നും ഇത്ര ചീത്ത പറയേണ്ടതുണ്ടോ? പാവം ഞാൻ. അതൊക്കെ ആൽബിച്ച, ഞങ്ങൾ ഒന്നും ചെയ്തില്ല, ഒരു ഉമ്മിച്ചതേ ഉള്ളൂ, ആലി നിസ്കുകയായി പറഞ്ഞു. കിട്ടി കേറി പോടി നിന്റെ ക്ലാസ്സിൽ. ഇനി മേലാൽ ഇവനോട് മിണ്ടാതെ വല്ലാം ഇരുന്നാൽ ഒത്തുതീർപ്പാക്കാൻ ഞാൻ വരില്ല, പറഞ്ഞേക്കാം രണ്ടിനോടും. പിന്നെ ഇമ്മാതിരി പരിപാടിക്കൊക്കെ കേട്ട് കഴിഞ്ഞ് മതി. പഠിക്കാൻ മാത്രമേ രണ്ടിനും പാട്. റൊമാൻസ് നല്ല എക്സ്പോർട്ടാ. ആൽബിൻ വീണ്ടും കലിപ്പ് തുടങ്ങിയതും ആലി ജീവനും കൊണ്ടോടി. എടി പട്ടി, എന്നെ ഒറ്റക്കാക്കിയിട്ടോടി അല്ലേ? ഞാൻ ദയനീയമായി അവളെയും ആൽബിയെയും നോക്കി. അപ്പോൾ ഇനി ഇതൊക്കെ ഞാൻ ആരെന്നും അറിയാം. ആദ്യം തന്നെ ഞാൻ
ആണ് ശ്രീ നിലയം വീട്ടിലെ ചന്ദ്രമതിയുടെ ദീപനന്ദ് വിശ്വനാഥിൻ്റെയും മുടിയനായ മൂത്തപുത്രൻ ഇഷാഖ് ദീപനന്ദ്. എനിക്ക് ഒരു ആളിപ്പോൾ 9ാം ക്ലാസ് പഠിക്കുന്നു. ഞാനിപ്പോൾ +2-വിൽ. ദീപനന്ദ് എന്ന എൻ്റെ അച്ഛൻ ഒരു ഹൈസ്കൂൾ അധ്യാപകനാണ്. ഭാര്യ ചന്ദ്രമതി, അതായത് എൻ്റെ മാത്രം സ്ത്രീ, ഒരു വില്ലേജ് ഓഫീസറും. അധ്യാപകൻ്റെ മകനായിട്ട് എന്ത് കാര്യം? എന്നെപ്പോലെ ഒരു ഉയപ്പനെ, യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ഒരുത്തനെ വേറെ എവിടെയും കാണുന്നില്ലെന്നാണ് അച്ഛൻ പറയാറ്. ബട്ട് ഏറെക്കുറെ അത് സത്യവുമാണ്. എനിക്ക് ഈ പഠിക്കാൻ ഒട്ടും താല്പര്യമില്ല. എപ്പോഴും അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് നടക്കാനാണ് ഇഷ്ടം. പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആലി എന്ന പെണ്ണില്ലേ, അത് മറ്റാരുമല്ല, എൻ്റെ എല്ലാമാണ് അവൾ. മൈ ലവ്. മിഥുനും വീട്ടിൽ ഗോപിനാഥ് വർമ്മയുടെയും മിഥുമതി ഗോപിനാഥിൻ്റെയും ഒരേ ഒരു മകൾ അലോകി ഗോപിനാഥ് എന്ന എൻ്റെ ആലുട്ടി. ഗോപിനാഥ് ഒരു ബസ് ഡ്രൈവറാണ്. മിഥുമതി ഹൗസ് വൈഫാം. എനിക്ക് സ്നേഹം കൂടുമ്പോൾ ഞാൻ അവളെ വിളിക്കുന്നത് മറ്റൊരു പേരും ആലിപ്പഴം. അവളുടെ മാത്രം ഇച്ചുവാണ് ഞാൻ. 7 വർഷമായുള്ള ഞങ്ങളുടെ പ്രണയം ഇന്നും അതുപോലെ നിലനിൽക്കുന്നു. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിലാണ് ആദ്യമായി ഞാൻ എൻ്റെ ആലുട്ടിയെ കണ്ടത്. അതും എന്നാണെന്നോ? ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയുടെ അന്ന് ദേവി രാധയുടെ വേഷത്തിൽ എൻ്റെ ആലുട്ടിനെ കാണാൻ ശരിക്കും നല്ല ഭംഗിയായിരുന്നു. ഞാനായിരുന്നു ശ്രീകൃഷ്ണനായി വേഷം കെട്ടിയത്. ഒരു നിമിഷം എൻ്റെ കണ്ണുകൾ ആ കുഞ്ഞു രാധയിൽ തന്നെ ഉടക്കിയിരുന്നു. അവളെ ഏറ്റവും കൂടുതൽ സുന്ദരിയാക്കിയത് അത് അവളുടെ ഇടതു കവിളിൻ്റെയും കൃതാവിനോടു ചേർന്ന് ഒരു കുഞ്ഞു മറുകുണ്ട്. അതാണ്. ആ കുഞ്ഞു ചുണ്ടിലെ പുഞ്ചിരി കാണെ എൻ്റെ ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞു. അന്നത്തെ ആ ദിനത്തിന് ശേഷം എനിക്ക് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. എപ്പോഴും അവളെപ്പറ്റിയുള്ള ചിന്തകൾ. അവൾ അറിയാതെ അവളുടെ പിന്നാലെ താൻ കൂടി. ഒരേ സ്കൂളിലായിരുന്നു ഞങ്ങൾ. എന്നിട്ടും അവൾ എന്നെ ഒന്ന് നോക്കിയതേയില്ല. ഒരു ദിവസം അവൾ അവളുടെ കൂട്ടുകാരിയുമായി കളിച്ചുകൊണ്ടിരുന്ന നേരത്താണ് ഒരു കൊച്ചു ചെറുക്കൻ അവൾ 2ആയി കെട്ടി വെച്ചിരുന്ന മുടി അഴിച്ചു കളഞ്ഞത്. അവൾക്കത് കാണെ ദേഷ്യം വന്നു. അവന് നേരെ കല്ലെടുത്തെറിഞ്ഞു. അത് നല്ല അസ്സലായി ആ കൊച്ചിൻ്റെ നെറ്റിക്കിട്ട് തന്നെ കൊണ്ടു. അത് കൂടെയായപ്പോൾ അവൻ വെറുതെ നിൽക്കുവോ? അവൻ അവളെ തള്ളിയിട്ട് ഓടി. അവൾ നിലത്തേക്ക് വീണ് ചെറുതായി കൈ ഒന്ന് പോറി. ഞാൻ ഓടിച്ചെന്ന് അവളെ പിടിച്ചെണീപ്പിച്ചു. കരയണ്ടട്ടോ, വേദന വേഗം പോകും. ഞാൻ അവളെ ആശ്വസിപ്പിച്ചു. നിക്ക് വേദനിക്കുക, അമ്മേനെ കാണണം. അവൾ ഏങ്ങി കരഞ്ഞു പോയി. അയ്യേ, നല്ല പിള്ളേർ കരയില്ലട്ടോ, ചെറിയ മുറിവല്ലേ ഉള്ളൂ, അത് വേഗം പോകും. നോക്ക്, ഞാൻ ഉണ്ടല്ലോ നിന്റെ കൂടെ. അപ്പോൾ കരയണ്ടട്ടോ, നമുക്ക് ആ ചെക്കന്നിട്ട് പണി കൊടുക്കാം, പോരെ? അത് കേൾക്കെ അത്ര നേരം കരഞ്ഞിരുന്ന പെണ്ണ് സ്വിച്ച് ഓഫ് ആക്കിയതുപോലെ കരച്ചിൽ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് കൂട്ടുകാരാകാം. ഐ ആം ഇഷ്ക്. ഞാൻ അവൾക്ക് നേരെ കൈ കൊടുത്തു. അവൾ എന്നെയും കയ്യിൽ മാറി മാറി നോക്കി. ആദ്യം ഒന്ന് അധമതിച്ചെങ്കിലും അവളിൽ എന്നിലേക്കു കൈ തന്നു. പതിഞ്ഞ കുഞ്ഞ് സോഫ്റ്റ് കൈ ആയിരുന്നു അവളുടെ. ആലോകി എന്ന എൻ്റെ പേര്. കൊച്ചിരി പല്ല് കാട്ടി പുഞ്ചിരിച്ചവൾ എന്നോട് പറഞ്ഞു. വാ, സൂപ്പർ പേരാണല്ലോ ആലിപ്പഴമേ നിൻ്റെ. ഞാൻ പുഞ്ചിരിയോടെ പറഞ്ഞതും ആ കുഞ്ഞു മുഖം അത്ഭുതത്തോടെ എന്നെ നോക്കി. ആലിപ്പഴം എന്നോ? എൻ്റെ പേര് അലോകി എന്നാ? അത് നിന്നെ എല്ലാവരും വിളിക്കണ പേരല്ലേ? എല്ലാവരും വിളിക്കണ പേര് ഞാൻ വിളിച്ചാൽ അതിനൊരു രസമുണ്ടാകില്ല. ഞാൻ സ്പെഷ്യലായിരിക്കണം. അതുകൊണ്ട് നീ എൻ്റെ ആലിയുമാണ്, ആലിപ്പഴവുമാണ്. എന്നാൽ ഞാൻ ഇച്ചെന്ന് വിളിക്കാം നിന്നെ. അതാ എനിക്ക് എളുപ്പം. ഇഷക് വലിയ പേരല്ലേ? അപ്പോൾ നീ ഇനി ഇച്ചു. അപ്പോൾ ഞാനും നിനക്ക് സ്പെഷ്യലാകുമല്ലോ. അവൾ കണ്ണു ചിമ്മിക്കാട്ടി പറഞ്ഞതും ഞാനൊരു അത്ഭുതത്തോടെ അവളെ നോക്കി പുഞ്ചിരിച്ചു. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ കട്ട ചങ്ക് അല്ലേ ആലുട്ടി? അതെ ഇച്ചു.
അന്ന് തുടങ്ങിയ കൂട്ടായി. എൻ്റെയും അവളുടെയും. അന്ന് അവളെ ഇടിച്ചിട്ട് പോയ ചെക്കൻ ഇരിക്കുന്ന സീറ്റിൽ പശ തേച്ച് വെച്ച് ഞങ്ങൾ പ്രതികാരം ചെയ്തു. അവനെക്കൊണ്ട് ഞാൻ അവളോട് സോറി പറയിപ്പിച്ചു. അന്ന് ആ പയ്യനും ഞങ്ങളുടെ കൂട്ടത്തിൽ ചേർന്നു. നിന്റെ പേരെന്നാടാ? കൊക്കെ. ഇനി മുതൽ നമ്മൾക്ക് 3 പേർക്കും കട്ട ചങ്ക് ആകാം. ഞാൻ അവനെ നോക്കി പറഞ്ഞു. അവൻ പുഞ്ചിരിയോടെ സമ്മതിച്ചു. എൻ്റെ പേര് ആൽബിൻ ആൽബിൻ അഗസ്റ്റിൻ പ്ലാംപറമ്പിൽ. ആ, അടിപൊളി. അപ്പോൾ ഇന്ന് ഈ നിമിഷം മുതൽ ആലിയും ഇശക്ക് കൊക്കും കട്ടച്ചങ്ക്. ആൽബിയെ ഞാൻ അന്ന് കൊക്ക് എന്ന് വിളിച്ചത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. അന്ന് ഞങ്ങളെക്കാളൊക്കെ അവന് നല്ല പൊക്കമായിരുന്നു. മെലിഞ്ഞത് ആണേലും നോക്കണേൽ ഞങ്ങൾക്ക് തല മേലോട്ട് വെക്കണമായിരുന്നു. കൂടാതെ വെള്ളപ്പാറ്റയെപ്പോലെ വെളുപ്പുമായിരുന്നു അവന്. അങ്ങനെ ഞങ്ങൾ 3ഉം ഒത്തിരി അടുത്തു. വർഷങ്ങൾ കടന്നുപോയി. പരസ്പരം തല്ലുകൂടിയും ചിരിച്ചും കളിച്ചുമൊക്കെ ഞങ്ങൾ മുന്നോട്ടു പോയി. അതിനിടയിൽ ഞാൻ തിരിച്ചറിയുകയായിരുന്നു എനിക്ക് ആലിയോട് ഉള്ള സൗഹൃദത്തിനപ്പുറം പ്രണയമായിരുന്നു എന്ന്. മറച്ചു വെക്കാതെ തുറന്നു തന്നെ പറഞ്ഞു. ഒരടിയും ഇനി നീയും ആയുള്ള സൗഹൃദവും ഇവിടെ തീരുന്നു. ഇതൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് പ്രതീക്ഷിച്ചു തന്നെയാണ് പ്രപ്പോസ് ചെയ്തത്. ബട്ട് എൻ്റെ പ്രതീക്ഷകളൊക്കെ കീഴ്മേൽ മറിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഓ സമാധാനം ഇപ്പോൾ. എങ്കിൽ നിന്റെ ഈ തീരുവ തുറന്നല്ലോ. എത്ര കാലമായി നിന്റെ നാവിന് ഇഷ്ടമാണെന്ന് ഒന്ന് കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നോ? ഒത്തിരി സന്തോഷത്തിൽ. അവളും തന്നെ പ്രണയിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ആൽബിയും ആദ്യമൊക്കെ ഞങ്ങളുടെ ബന്ധത്തിൽ ഒത്തിരി സന്തോഷത്തിലായിരുന്നു. എന്നാൽ പിന്നെ എന്താ സംഭവിച്ചതെന്നറിയില്ല. പിന്നീട് പലപ്പോഴായി അവൻ തന്നോട് ദേഷ്യപ്പെടുന്നു. പക്ഷേ അവൻ ദേഷ്യപ്പെടുന്നതിന് കാര്യമുണ്ട്. ക്ലാസ്സിൽ പോലും കയറാത്ത ഞങ്ങൾ രണ്ടും പ്രേമിച്ച് നടപ്പായിരുന്നു. എങ്കിലും ഞങ്ങൾക്ക് സപ്പോർട്ടായി അവൻ എന്നും ഉണ്ടായിരുന്നു. ഞാനും ആലിയും പിണങ്ങി മിണ്ടാതെയിരിക്കുമ്പോൾ അവനായിരുന്നു എന്നോട് സപ്പോർട്ട് തന്നിരുന്നത്. അവളോട് മിണ്ടാൻ ഞങ്ങളുടെ പിണക്കം മാറ്റുന്നതും അവൻ ആയിരുന്നു. ഒരു ചുംബനത്തിനപ്പുറം നീണ്ടു നിൽക്കില്ലായിരുന്നു ഞങ്ങളുടെ പിണക്കം. നിറയെ സന്തോഷമായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്തെന്നാൽ എൻ്റെ വീട്ടിലോ ആലിയുടെ വീട്ടിലോ ഞങ്ങളുടെ പ്രണയം അറിയില്ലെന്നതാണ്. ഞാൻ ഒരു ഉയപ്പൻ്റെ ഉസ്താദായിരുന്നു. ലാലലേശം പഠിക്കില്ല. അതുകൊണ്ട് മാർക്ക് സീറ്റ് കിട്ടിയാൽ അച്ഛൻ്റെ വക ചീത്തവിളി, എന്നും ചീത്തവിളി ഉണ്ടായിരുന്നു. അനുജനെ കണ്ട് പടി, അല്ലെങ്കിൽ ആൽബിനെ കണ്ട് പടി. ഇത് തന്നെയായിരുന്നു സ്ഥിരം വാചകം. ബട്ട് സ്ഥിരം കേട്ട് ശീലമായോണ്ട് തൻ്റെ രോമത്തിൽ പോലും അത് ഏറ്റില്ല. അധ്യാപകൻ്റെ മകൻ ക്ലാസ് ടെക്സ്റ്റ് വരെ 0 മേടിച്ചോണ്ട് വരുന്നേൽ പരം നാണക്കേട് മറ്റെന്തുണ്ട്? ബട്ട് ആലി എന്നെ പോലെ ആയിരുന്നില്ല. അവൾ പഠിക്കാൻ മിടുക്കിയായിരുന്നു. പക്ഷേ എൻ്റെ കൂടെ കൂടി അവൾക്കും എൻ്റെ പാത തുടരുന്നു തോന്നുന്നു. രാത്രി കാലങ്ങളിൽ ചാറ്റും ക്ലാസ്സും ഒക്കെ ആയിരുന്നു ഞങ്ങൾ ആസ്വദിച്ചു പോന്നു. എന്നാൽ എൻ്റെ ലൈഫിൽ ഏറ്റവും വെറുക്കപ്പെട്ട ദിനം ഇന്നും. ആ ദിനം ഓർക്കുമ്പോൾ മനസ്സിൽ ഒരു നൊമ്പരമാണ്. ജൂലൈ 5 എൻ്റെ ഹൃദയം, എൻ്റെ പ്രാണൻ തന്നെ വെട്ടിമുറിച്ച് കളഞ്ഞതത്ര വേദന തോന്നിയ ദിനം. ആൽബിൻ എന്നോട് പറഞ്ഞ ഓരോ കാര്യവും എൻ്റെ ഉള്ളം വേദനിപ്പിക്കാത്ത വിധം ഉള്ളതായിരുന്നു. ഭൂമി പിളർന്നൊന്നും താഴേക്ക് പോയിരുന്നെങ്കിൽ എന്ന് കൊതിച്ചുപോയി. എന്നോട് പറഞ്ഞ അതേ കാര്യങ്ങൾ അവൻ ആലിയോടും പറഞ്ഞു. എന്തിനെന്നാണവൻ അങ്ങനെ ചെയ്തത്? സ്നേഹിച്ചിട്ടില്ലേയുള്ളൂ, കൂടെ കൂട്ടിയിട്ടതല്ലാതെ. പക്ഷേ തോറ്റുപോയി താൻ. ഇസ്ക്, നീ ഞാൻ പറയുന്നത് എങ്ങനെ എടുക്കുമെന്നെനിക്ക് അറിയില്ല. എങ്കിലും പറയാതിരിക്കാൻ എനിക്കാവില്ല. നീ കാരണം ആലിയുടെ ലൈഫ് ഒരിക്കലും നശിക്കരുത്. അവൾ നല്ല ഭാവി ഉള്ള കുട്ടിയാണ്. അവൾക്ക് ഇനിയും നല്ല ഉയർച്ചയിൽ എത്തേണ്ടവളാണ്. നിന്നെപ്പോലെ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ നടക്കാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. അവളാ ഇതെന്നോട് പറഞ്ഞത്. നീ അവളോട് ലൈഫിൽ നിന്നൊന്ന് പോയി തരാൻ പറയണമെന്ന്. വാട്ട്? എന്താ നീ പറഞ്ഞത്? ആഹാ, ഒന്ന് നിർത്തൻ്റെ കൊക്കെ. തമാശ പറയാ. നിനക്ക് വേറൊരു വിഷയം കിട്ടിയില്ലേ? വിഡ്ഢിത്തരം വിളിച്ചു പറയുന്നതിന് അതിരില്ലേ കൊക്കെ?
എൻ്റെ ആലി എന്നെ വേണ്ടെന്ന് പറയുമെന്നോ? ഒന്ന് പോടാ. ആൽബിൻ അന്നങ്ങനെ ഒക്കെ പറഞ്ഞിട്ടും എനിക്ക് ആ നിമിഷം പോലും ഒന്നും തോന്നിയില്ല. കാരണം എൻ്റെ ആലിപ്പഴത്തെ എനിക്ക് അറിയാം എന്ന വിശ്വാസം. ഞാൻ തമാശ കളിച്ചത് അല്ല ഇഷക്. നിനക്ക് വിശ്വാസമില്ലേ? ചെന്ന് അവളോട് ചോദിക്ക്. അവൾ നിന്നെ കാണണമെന്ന് പറഞ്ഞിരുന്നു. അവളെ പോയി കാണ്. എന്നിട്ട് എന്നോട് വന്ന് നീ ഉണ്ടാക്ക്. ആൽബിൻ ദേഷ്യത്തിൽ അത്രയും പറഞ്ഞതും ഞാൻ ഒരു നിമിഷം ഞെട്ടി. അവനെ നോക്കി. ഡാ, സീരിയസ് ആണോ? നാളെ അവൾ നിന്നെ കാണാൻ ബീച്ചിൽ വരും. ഇത്രയും ദിവസം അവൾ നിന്നോട് മിണ്ടാതിരുന്നത് എന്നത്തെയും പോലെ നിങ്ങളുടെ ചെറിയ പിണക്കം പോലെയല്ല. സോ നീ നാളെ ചെല്ല്. അവളുടെ നിന്നെ പറഞ്ഞു വിടാൻ പറഞ്ഞത് വേദന ഉണ്ട്. ബട്ട് നീ എല്ലാം അറിയണം. പിന്നെ പ്ലീസ് ഇഷക്, അവൾ ചിലപ്പോൾ നിന്റെ കണ്ണീർ കണ്ട് നിന്നെ വേണമെന്ന് പറയും. പക്ഷേ നീ ഇനിയും അവളെ നിന്റെ ലൈഫ് പിടിച്ച് നിർത്തരുത്. കാരണം അവൾ ഉയരങ്ങളിൽ എത്തേണ്ടവളാണ്. നിന്നെപ്പോലെ ജോലിയും കൂലിയും നേടാൻ ആഗ്രഹമില്ലാതെ ജീവിക്കാൻ തീരുമാനിച്ചവളല്ല. അത് പറഞ്ഞ് ആൽബിൻ തിരിഞ്ഞു നടന്ന് എൻ്റെ മുഖത്ത് നോക്കി. ഇത്രയും ദേഷ്യത്തിൽ അവൻ പറയുമ്പോഴും അവൻ്റെ കണ്ണിൽ നനവുണ്ടായിരുന്നു. അവൻ മുന്നോട്ട് അകന്നു പോകുന്നതിനനുസരിച്ച് എൻ്റെ ഹൃദയം ഒരു നിമിഷം തകർന്നു പോകുന്നത് പോലെ തോന്നി. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. നേരെ ആലിയെ കാണാൻ പോയി. എന്നാൽ ആൽബിൻ എന്നോട് പറഞ്ഞു. സെയിം കാര്യം അവൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ചങ്ക് പൊട്ടിപ്പോയെൻ്റെ അതിൻ്റെ ദേഷ്യത്തിൽ എൻ്റെ വായിൽ തോന്നിയതൊക്കെ എൻ്റെ ആലിപ്പയത്തിന് മേൽ പറഞ്ഞു തീർത്തു. ഒരു പെണ്ണാണെന്ന് പരിഗണന പോലുമില്ലാതെ അവളോട് എൻ്റെ ഉള്ളിലെ വേദന ദേഷ്യമായി പുറത്ത് ചാടിച്ചു. എന്തൊക്കെയോ പറഞ്ഞ് ആ കണ്ണുകൾ നിറഞ്ഞപ്പോൾ പോലും എൻ്റെ മനസ്സ് ഉരുകിയില്ല. ആൽബിൻ പറഞ്ഞു തന്ന ഓരോ വാക്കും ആയിരുന്നു തൻ്റെ തലച്ചോറിൻ്റെ ദേഷ്യവും വാശിയും പുച്ഛവുമെല്ലാം കലർന്നിരുന്നു. അവസാനം ഞങ്ങൾ രണ്ടുപേരും ഉറപ്പിച്ചൊരു തീരുമാനത്തിലെത്തി. ബ്രേക്കപ്പ്. ഇനി ഒരിക്കലും നമ്മൾ ഒന്നിക്കില്ല. ഒരിക്കലും പ്രണയം പറഞ്ഞു വരില്ല. ഒരിക്കൽ നമ്മൾ നേരിട്ട് കാണാതിരിക്കട്ടെ. ഇന്ന് ഈ നിമിഷം മുതൽ നമ്മൾ തീർത്തും അപരിചിതർ ആയിരിക്കും. അന്ന് അവസാനിച്ചതാണ് എൻ്റെയും എൻ്റെ ആലിപ്പയത്തിൻ്റെയും ബന്ധം. പിന്നീട് അവളെക്കുറിച്ചോ അവളുടെ ഫാമിലിയെക്കുറിച്ചോ അറിയാൻ ഞാൻ ശ്രമിച്ചതുമില്ല. പിന്നെയാണ് ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞത്. എല്ലാത്തിനും പിന്നിലും ആൽബിൻ ആയിരുന്നു എന്ന്. ആലിയെ തെറ്റിദ്ധരിപ്പിച്ച് എല്ലാം ചെയ്യിപ്പിച്ചത് അവനായിരുന്നു. അവൾ പറഞ്ഞു എന്ന് എന്നോട് പറഞ്ഞ ഒരു കാര്യം എൻ്റെ പെണ്ണ് മനസ്സാൽ പോലും ചിന്തിക്കാത്തത് ആയിരുന്നു. അവൻ്റെ നെറികെട്ട കളിയിൽ ബലിയാടായി ഞങ്ങൾ. എന്നാൽ ഒന്നും ഞാൻ അവനോട് ചോദിച്ചില്ല, ദേഷ്യപ്പെട്ടില്ല. അല്ലെങ്കിലും ദേഷ്യപ്പെട്ടിട്ട് എന്ത് കാര്യം? എല്ലാം താനല്ലേ തീർത്ത്. എൻ്റെ ആലിക്ക് പറയാനുള്ളത് കേൾക്കുക പോലും ചെയ്യാതെ കുറ്റപ്പെടുത്തി. അവൾ ദേഷ്യത്തിൽ പറഞ്ഞതെല്ലാം എൻ്റെ നന്മയായിരുന്നു എന്നറിയാൻ വൈകി. പിന്നീട് അങ്ങോട്ട് എല്ലാത്തിനും വാശിയായി. നന്നായി പഠിച്ചു കുറ്റപ്പെടുത്തിയവർക്ക് മുന്നിൽ തല ഉയർത്തി നിന്നു. നല്ല മാർക്കോടുകൂടി നല്ലൊരു ജോലി വാങ്ങി. അതിനിടയിൽ ആൽബിൻ താൻ പാടെ ഒഴിവാക്കി. അവനുമായി സംസാരിക്കാനോ ഒരു നോട്ടം കൊണ്ടുപോലും അവനെ പാടെ അവഗണിച്ചു. നാട്ടിൽ നിന്നാൽ തൻ്റെ ഓർമ്മകൾ വീണ്ടും ഉറപ്പിക്കില്ല എന്ന് അറിയാമായിരുന്നു. അതിനാൽ തന്നെ ജിദ്ദയിൽ ജോലി കിട്ടിയപ്പോൾ അങ്ങോട്ടേക്ക് മാറി. ഇന്ന് താൻ സാമാന്യം നല്ല തിരക്കുള്ള ഒരു ഡോക്ടറാണ്. എല്ലാം മറക്കാം ഒരു ഒളിച്ചോട്ടം തന്നെയായിരുന്നു. എന്നാൽ അച്ഛന് പെട്ടെന്ന് ഒരു അറ്റാക്ക്. തൻ്റെ ജീവിതത്തിൽ ഇനി ഒരു പെണ്ണിനെയും തൻ്റെ ആലിപ്പഴത്തിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവരാൻ താൻ ആഗ്രഹിച്ചിരുന്നില്ലായിരുന്നു. എന്നാൽ അച്ഛൻ്റെ ആഗ്രഹം താൻ വിവാഹത്താൻ ആയി കാണണമെന്ന് എതിർത്തു നോക്കി നടപ്പായില്ല. പിന്നെ തനിക്ക് ജന്മം നൽകിയവൻ താൻ ചെയ്ത തെറ്റുകൾക്ക് ഒരുപാട് പേരുടെ കളിയാക്കലുകൾ സഹിച്ചവർ, അവർക്കായി തനിക്ക് ചെയ്തു കൊടുക്കാൻ ഇതെങ്കിലും ആകണം എന്ന ഒറ്റ ലക്ഷ്യത്തോടെ ഒരു പെണ്ണിനു മുന്നിൽ ചാർത്താൻ ഒരുങ്ങുന്നു. അച്ഛൻ തോളിൽ കൈവച്ച് തട്ടി വിളിച്ചപ്പോഴാണ് താൻ ഓർമ്മകളിൽ നിന്ന് മുക്തനായത്. കയ്യിലിരിക്കുന്ന താലിമാല തൻ്റെ സൈഡിലിരിക്കുന്ന പെണ്ണിനെ നേരെ നീട്ടി. തൻ്റെ ഹൃദയമിടിപ്പ് ഉയർന്നത് കൊണ്ടെന്തോ വിയർപ്പ് തുള്ളി അവളുടെ കയ്യിൽ ഇറ്റി വീണു.
ആ പെണ്ണ് പതിയെ തല ഉയർത്തി എന്നെ നോക്കി. ഒരു നിമിഷം ഞങ്ങൾ ഇരുവരോടും കണ്ണിൽ ഞെട്ടലുണ്ടായി. ഒരു നിമിഷം താൻ വാ പൊളിച്ചുപോയി. ഞാൻ പോലും അറിയാതെൻ്റെ നാവിൽ നിന്ന് നാമം വന്നു, ആലി. ആ വിളി മാത്രമേ തനിക്ക് ഓർമ്മയുള്ളൂ. അവൾ തൻ്റെ മേലേക്ക് ഒറ്റ കെട്ടിപ്പിടുത്തം ആയിരുന്നു. ബാലൻസ് കിട്ടാത്ത ഞാൻ അവളെയും കൊണ്ട് പിന്നിലേക്ക് വീണു. എൻ്റെ മുഖം കയ്യിലെടുത്ത് പെണ്ണ് തുരുതുരാ ചുംബിക്കാൻ വ്യാപം. നാട്ടുകാർ വീട്ടുകാർ പേടിച്ചു. എന്തോ. ഞാൻ ഒരു നിമിഷം എൻ്റെ ആലിപ്പഴത്തെ നോക്കി. അന്നത്തേതിൽ നിന്നും ഒത്തിരി സുന്ദരിയായിട്ടുണ്ട്. കല്യാണ വേഷത്തിൽ പെണ്ണ് ഒരു അപ്സരസിനെ പോലെ കൊണ്ട്. ആ കുഞ്ഞി ചുണ്ട് ഇപ്പോഴും ഇതുപോലെ തന്നെ ചുമന്ന് ആപ്പിൾ പോലെ തന്നെയാ. കണ്ണിൽ പണ്ടത്തെ പോലെ അത്ര തിളക്കമില്ല. മോനെ ഇഷ്ക്, നിങ്ങൾ എന്താ ഈ ചെയ്യണേ? ഈ താലി കെട്ടടാ, മുഹൂർത്തം കഴിയും. അമ്മ എന്നെ തട്ടിപിടിച്ച് പറഞ്ഞു. അപ്പോഴാണ് ഞാനും ചുറ്റിനും നോക്കിയത്. എല്ലാവരും ഞങ്ങളെ തന്നെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുവാണോ? ചേട്ടാ, ഇത് കല്യാണ മണ്ഡപമാണ്, ബെഡ്റൂം അല്ല. തൻ്റെ പുന്നാര അനിയൻ്റെ ഇന്ദ്ര വിളിച്ചുകൊണ്ട് തനിക്കിട്ട് കോളടിച്ചു. ഡി പെണ്ണേ, നിനക്കെടി ഈ താലി ഞാനൊന്ന് കെട്ടട്ടെ? ഇല്ല, ഞാൻ എണീക്കില്ല. നീ എവിടെയായിരുന്നു? എന്നെ എന്താ അന്വേഷിക്കാതെ? ഞാൻ എന്തുമാത്രം വേദനിച്ചിരുന്നോ? ഓ, ഈ പെണ്ണ്. അമ്മ, ആ താലി ഇങ്ങുതാ. ഇവൾ എൻ്റെ മണ്ടെന്ന് ഇന്നൊന്നും ഏൽക്കുന്നെനിക്ക് തോന്നുന്നില്ല. ഞാൻ അമ്മയുടെ കയ്യിൽ താലി വാങ്ങി എൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന പെണ്ണിന് ചാർത്തി. പതിയെ അവളെയും കൊണ്ട് എണീറ്റ് ഒരു നുള്ള സിന്ദൂരം സീമന്തരേഖയിൽ ചാർത്തി. അപ്പോഴും പെണ്ണ് എന്നിലെ പിടിവിട്ടില്ല. എല്ലാവരും തങ്ങളെ തന്നെ നോക്കുന്നേ. എന്നെ നാണം പോലും ഇല്ലാതെ എൻ്റെ പെണ്ണ് എൻ്റെ മടിയിൽ അങ്ങ് സുഖിപ്പിച്ചിരിപ്പാ. ഞാൻ അവളെ മെല്ലെ അകറ്റി. നേരെ നോക്കിയത് നിറഞ്ഞ ചിരിയോടെ ഞങ്ങളെ തന്നെ നോക്കി കൈ കെട്ടി നിൽക്കുന്ന ആൽബിയയിലേക്കാണ്. ആ മുഖത്ത് ഇപ്പോൾ ഒരു കള്ളച്ചിരിയുണ്ട്. അതേസമയം എൻ്റെയും അവളുടെയും അച്ഛന്മാർ ഞെട്ടലിൽ തന്നെയാണ്. കാരണം ഞങ്ങൾക്ക് രണ്ടാൾക്കും ഈ വിവാഹത്തോട് തീരെ താല്പര്യമില്ലായിരുന്നു. വീട്ടുകാർക്ക് വേണ്ടി നിന്നു കൊടുക്കുന്നൊരു ചടങ്ങ്, അതുമാത്രം. പിന്നെ അവരോടെല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. അവർക്കൊക്കെ അത്ഭുതമായി പോയി. കാരണം അവൾ പോലും അറിയാതെ അവർ തനിക്കായി കണ്ടെത്തിയ പെണ്ണ് താൻ എത്രത്തോളം പ്രണയിച്ചവളും പ്രണയിക്കുന്നവളും ആണെന്നറിയേ. അതേസമയം കുറച്ചു മാറി നിൽക്കുന്ന ആൽബിൻ അരികിൽ ഞങ്ങൾ ചെന്ന് നിന്നു. അവൻ തല താഴ്ത്തി ഞങ്ങളെ നോക്കി നിന്നു. എന്തിനാ ആൽബിച്ച ഇതൊക്കെ ചെയ്ത്? ആൽബിക്ക് നേരെ ചോദ്യമുയർന്നപ്പോൾ അവൻ പൊട്ടിക്കരഞ്ഞു. മാപ്പാക്ക് മോളെ, മാപ്പാക്ക് ഇഷക്. നിങ്ങളുടെ നന്മക്ക് എനിക്കിതല്ലാതെ വേറെ വഴി അന്ന് കണ്ടില്ല. ദീവനന്ത് അങ്കിൾ ഒരിക്കൽ എന്നെ വിളിച്ചു പറഞ്ഞു, നിന്നെ എങ്ങനെയെങ്കിലും മാറ്റണമെന്ന്. നീ തല്ലിപ്പൊളിയായി നടന്നാൽ നിന്റെ ജീവിതം ഇല്ലാതെയാകും. കൂടാതെ ഇവളുടെയും നിങ്ങൾ ഒരുമിച്ചുണ്ടായാൽ ഒരിക്കലും മുന്നോട്ട് ജീവിക്കാം നിങ്ങൾക്ക് വാശിയുണ്ടാകില്ല. ഇപ്പോൾ ഇഷക്, നീ ഒരു ഡോക്ടറല്ലേ? ആലി, നീ ഒരു നേഴ്സല്ലേ? നിങ്ങൾ ഇന്ന് ഈ നിലയിൽ എത്തിയത് നിങ്ങൾ രണ്ടാൾക്കും അന്ന് കിട്ടിയ വാശിയുടെ പുറത്തല്ലേ? ചെയ്തത് തെറ്റാണ്. അതിന് അത്ര മാപ്പ് ചോദിക്കാനും ഞാൻ തയ്യാറാണ്. പക്ഷേ ആ തെറ്റ് ഇന്ന് വലിയ ശരിയാണ്. നിങ്ങളെ ഞാൻ അകറ്റി. അതുകൊണ്ട് തന്നെയാണ് എങ്ങനെയും നിങ്ങളെ ഒന്നിപ്പിക്കണമെന്ന് ഉറപ്പിച്ച് ട്രെയിനിങ് കഴിഞ്ഞ് വന്നപ്പോൾ ആദ്യം അന്വേഷിച്ചത് നിങ്ങളെക്കുറിച്ചായിരുന്നു. നിങ്ങളുടെ ബന്ധത്തെ പറ്റി പറയാൻ ഞാൻ ശ്രീനിലയിൽ വന്നതായിരുന്നു. ഇഷക് അപ്പോളാ നിന്റെ മാര്യേജ് ഉറപ്പിച്ചു എന്നറിഞ്ഞ്. എന്നാൽ ആ പെണ്ണ് ആലിയാണെന്നും പറഞ്ഞപ്പോൾ എനിക്ക് ഉണ്ടായ സന്തോഷം എത്രയെന്നറിയോ നിങ്ങൾക്ക്? പിന്നെ ആരോടും ഒന്നും പറഞ്ഞില്ല. നിങ്ങളുടെ വിവാഹത്തിന് മുന്നിൽ തന്നെ നിന്ന് എല്ലാ ജോലികളും സന്തോഷത്തോടെ ഓടി നടന്ന് നിന്നോടൊക്കെ ഒന്നും മിണ്ടാൻ വല്ലാത്ത കൊതിയായിരുന്നു. പക്ഷേ അവഗണന എനിക്ക് സഹിക്കില്ല. നീ അന്നെന്നെ ഒന്ന് തല്ലിയിരുന്നേൽ, രണ്ടും തെറി എങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത്ര വേദനിക്കില്ലായിരുന്നു ഇഷക്. പക്ഷേ ഈ നിമിഷം ഞാൻ വളരെ ഹാപ്പിയാ. എന്തിനു വേണ്ടി ഞാൻ എല്ലാം ചെയ്തോ അതൊക്കെ നടന്നു. പിന്നെ നിങ്ങൾ ഒന്നിക്കുകയും ചെയ്തു.
ആൽബിൻ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞതും ഞാനും അവളും അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. നഷ്ടമായ ഞങ്ങളുടെ സൗഹൃദം ഇന്നും വീണ്ടും തിരിച്ചു കിട്ടിയിരിക്കുന്നു. അപ്പം കൊക്കെ നിന്റെ ജോലി എന്താ? ഞാൻ അവൻ്റെ തോളിൽ കൈയിട്ട് ചോദിച്ചു. പ്രത്യേകിച്ച് വലിയ ജോലിയൊന്നുമില്ലടാ, ഈ സിറ്റിയിൽ തന്നെ ഒരു ജോലിയാണ്. ആൽബിൻ ഒരു കുസൃതി ചിരിയോടെ പറഞ്ഞു. അതെന്താ ജോലി? ഇനി വല്ലോ ബിസിനസ് മറ്റോ ആണോ? ആലി ചോദിച്ചു. ഏയ്, അതൊന്നുമല്ല മക്കളെ. എൻ്റെ ഈ രൂപവും ലുക്കുമൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ ഒരു പോലീസാണ് മക്കളെ. സിറ്റി പോലീസ് കമ്മീഷണർ ആൽബിൻ അഗസ്റ്റിൻ. ഓ മൈ ഗോഡ്, അപ്പോൾ ഒരു പോലീസിൻ്റെ തോളിലാണോ ഞാൻ കൈയിട്ടിരിക്കണേ? എനിക്ക് വയ്യ. ഞങ്ങൾ രണ്ടാളും ഞെട്ടി ആൽബിയെ നോക്കി. ഞാൻ നല്ല ഗമയിൽ പറഞ്ഞതും അവൻ നല്ല വെളുക്കനെ ഇളിച്ചു കാട്ടി. പിന്നെ എല്ലാം സരവേഗം ആയിരുന്നു. കരച്ചിലും പീച്ചിലും ഒക്കെ കഴിഞ്ഞ് ശ്രീനിലയത്തിലെത്തി. അവിടെ എത്തിയ പിന്നെ പെണ്ണിനെ ഒന്ന് കാണാൻ കൂടെ കിട്ടിയില്ല. അമ്മേ, ഞാൻ അമ്മയുടെ കൂടെ ഇന്ന് കിടക്കട്ടെ? ആലി ചന്ദ്രമതി അമ്മയോട് രാത്രിയിൽ ചോദിച്ചു. ആഹാ മോളെ, ഇന്ന് മോളുടെ വിവാഹം രാത്രിയല്ലേ? ഭാര്യ ഭർത്താവിൻ്റെ റൂമിലാണ് മോളെ കിടക്കേണ്ടത്. എന്തിനാ പേടിക്കണേ? രണ്ടാൾക്കും ഏതായാലും അറിയാവുന്ന അല്ലേ, പേടിക്കണ്ട. മോൾ ചെല്ല്, ദാ ഈ പാലും കൊണ്ട് പൊക്കോ. അമ്മ ആലിയുടെ കയ്യിൽ ഒരു ഗ്ലാസ് പാലും കൊടുത്ത് എൻ്റെ റൂമിലേക്ക് പറഞ്ഞു വിട്ടു. ആലി പതിയെ റൂമിലേക്ക് കയറി വന്നത് ഞാൻ അറിഞ്ഞിരുന്നു. എന്നാൽ ഞാൻ റൂമിൽ തന്നെ ഉള്ള ടിവിയിൽ ഫുൾ ശ്രദ്ധയിൽ കൊടുത്തു. ഒരു നിമിഷം ആലി എന്നെ ഒന്ന് നന്നായി നോക്കി. പഴയ ഇച്ചുവിൽ നിന്നും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ആ പൊടിമീശയൊക്കെ മാറി ഇപ്പോൾ കട്ടത്താടിയാണ്. അത് നല്ല ലെവൽ ഐ ട്രിം ചെയ്ത് വെട്ടി ഒതുക്കി വെച്ചിരുന്നു. ഉറച്ച ശരീരമാണ്. വൈറ്റ് ഷർട്ട് തെളിഞ്ഞു മുറുകിയിരിക്കുന്ന മസിൽ എടുത്തു നിൽക്കുന്നു. നീളൻ മുടി ജെൽ തേറ്റ് നീറ്റി വെച്ചിരുന്നു. ഇന്നും അന്നും കൂട്ടിമുട്ടി നിൽക്കുന്ന അവൻ്റെ വില്ല് പോലുള്ള പുരികത്തിന് വല്ലാത്ത ഭംഗിയാണ്. അന്നത്തേതിനേക്കാൾ ലുക്ക് കൂടിയിട്ടുണ്ട് ചെക്കന്. മുഖത്ത് ഇച്ചിരി ഗൗരവഭാവവുമുണ്ട്. ഹക്ക്. അവൾ എൻ്റെ അടുത്ത് വന്ന് ചുമച്ചു പതിയെ വിളിച്ചു. ഞാൻ മൈൻഡ് ചെയ്തില്ല. ഇത്രയും നേരം ഞാൻ എന്ന് പറയണം. ആളുണ്ടെന്ന് പോലും നോക്കാതെ നടന്നതല്ലേ. പോ, മിണ്ടില്ല. ഞാൻ ടി വിയിൽ നോക്കി മനസ്സിൽ പിറുപിറുത്തു. ഇതിനു മാത്രം എന്താ കാണുന്നേ? ആലി പതിയെ ടി വിയിൽ നോക്കി. വാവ്, പൊളി. വലിയ ഡോക്ടർ ആയിട്ട് എന്ത് കാര്യം? എപ്പോഴും ഡോം ആൻഡ് ജെറിയാണ്. നിർത്തിയിട്ടില്ല. ആലി ചിരിച്ചുപോയി. ഇഷ്ക്. ഗതി കെട്ടപ്പോൾ വിളിച്ചു എന്നെ. ഞാൻ പക്ഷേ മൈൻഡ് ചെയ്തില്ല അല്ലേ? പിന്നെ എന്നോടാണോ കളി? ഇഷക്. ഇച്ചു. എന്താ അങ്ങനെ വൈക്കുവാ പെണ്ണെ? നിനക്ക് ഇച്ചു എന്ന് വിളിക്കാൻ അറിയാം, മേലാഞ്ഞിട്ടല്ലല്ലോ. ഇഷക്, സോറി. അത് ഞാൻ അന്ന് പറഞ്ഞു തീരും മുന്നേ ഞാൻ അവളെ പിടിച്ച് എൻ്റെ മേലേക്കിട്ട് അവളോട് ആദരം കവർന്നിരുന്നു. ഷൂ, മിണ്ടണ്ട ഒന്നും. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങൾ. ഇനി നമ്മുടെ ലൈഫിൽ പുതിയ ഓർമ്മകൾ മാത്രം മതി. പഴയതൊന്നും എനിക്കറിയണ്ട, കേൾക്കണ്ട. ഞാൻ അവളുടെ കവിളിൽ തലോടി പറഞ്ഞതും അവൾ എന്നെ മുറുകെ പുണർന്നു. ഐ ലവ് ഇഷുഗ്. ലവ് യു ടു ആലിമഴം. അപ്പോൾ എങ്ങനെ തുടങ്ങാം അല്ലേ? ഞാൻ ഒരു കണ്ണുറക്കി ചോദിച്ചതും അവൾ വാ പൊളിച്ചു. എന്ത്? അതെന്ത് ചോദ്യമാ പെണ്ണേ? ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? ഷോ എന്താണെന്ന് ചേട്ടാ? കാട്ടിത്തരാം. ഹൃദയം കൊടുത്ത് ഒരു പെണ്ണിനെ കുഞ്ഞുനാൾ മുതൽ പ്രണയിച്ചു കൊണ്ടാണെന്നു തോന്നുന്നു. ഹൃദയത്തിൽ ഡോക്ടർ ആയപ്പോൾ ഹൃദയം തന്നു. തന്നെ നിന്നെ മുഴുവനായി അറിയുവാൻ തോന്നുന്നു എന്ന് പറഞ്ഞു ഞാൻ വീണ്ടും അവളുടെ ആ ചെഞ്ചോടികൾ കവർന്നെടുത്തു. ഇരു ആദരങ്ങളും ഒരുമിച്ച് ഉള്ളിലാക്കി അമർത്തി ചുംബിച്ചു. പ്രണയം, വിരഹനൊമ്പരം, കാമം, സന്തോഷം എല്ലാം ആ ചുംബനത്തിലൂടെ ഞാൻ അവൾക്ക് പകർന്നു നൽകി. അവളുടെ സാരി എൻ്റെ ദന്തത്താൽ കടിച്ചു അകറ്റി മാറ്റി. തോളിൽ കഴുത്തിലും ഞാൻ മുദ്ര ചാർത്തി ഇരുമീകളിലും ചുംബിച്ചുകൊണ്ട് എൻ്റെ വിരലുകൾ അവളുടെ മാറിടത്തിൽ അമർന്നു. അവൾ ഒന്നുയർന്നു പൊങ്ങിയതും അവളെ തന്നോട് മുറുകെ അമർത്തി പിടിച്ച് സാരി പുണർമായി
അവളിൽ നിന്നും വേർപ്പെടുത്തി. അവളുടെ ആ കുഞ്ഞു വയറിൽ ചുംബനം നൽകി. എൻ്റെ നാവുകൾ അവളുടെ നാഭിച്ചുഴിയുടെ ആഴം അളന്നു. അവളുടെ കടിച്ചു നുണഞ്ഞെടുക്കുമ്പോൾ അവളുടെ വായിൽ നിന്ന് തിരുന്ന ശ്രീലങ്കര സ്വയം എൻ്റെ വികാരങ്ങളെ ചൂടുപിടിപ്പിക്കുകയായിരുന്നു. അവളെ ബെഡിൽ നിന്നുയർത്തി തൻ്റെ മടിയിൽ കയറ്റിയിരുത്തി. ഇരു ചുണ്ടുകളും നുണഞ്ഞെടുത്തു. അവളും എൻ്റെ ചുണ്ടുകൾ വാശിയോടെ കടിച്ചു നുണയുമ്പോൾ അവളും പ്രണയത്തിൻ്റെ തീവ്രതയിൽ എത്തിയിരുന്നു. ഞങ്ങൾ ഇരുവരും ഒരുപോലെ ഒന്നു ചേരാൻ ആഗ്രഹിച്ച നിമിഷം ഞങ്ങളുടെ ശരീരത്തിൽ നിന്നും വസ്ത്രങ്ങൾ ഓരോന്നായി വേർപെട്ടു. ആ 4 ചുമരുകൾക്കുള്ളിൽ എൻ്റെയും അവളുടെയും വികാരപരവേശമായ സ്വരങ്ങൾ ഉയർന്നു. അവളിൽ ഓരോ അണുവിനെപ്പോലും എൻ്റെ ആദരങ്ങളും നാവുകളും താൻ ചുംബിച്ചുണർത്തി. അവളുടെ ഇടം നെഞ്ചിൽ എൻ്റെ നാവുകളിൽ കടിച്ചു നുണയുമ്പോൾ തൻ്റെ ഹൃദയം അവൻ്റെ ചുംബനത്തിൽ കോരിത്തരിച്ചു പോലെ അവൾക്ക് തോന്നി. അവളുടെ നഖങ്ങൾ തൻ്റെ പുറം മേനിയിൽ ചോര പൊടിയുമ്പോൾ തനിക്ക് ആ വേദന പോലും സുഖമായുള്ളതായിരുന്നു. അവളിലേക്ക് താൻ ആഴ്ന്നിറങ്ങിയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ കണ്ണുനീരിൻ്റെ ഞാൻ എൻ്റെ ചുണ്ടുകളിൽ ഒപ്പിയെടുത്തു. അവസാനം വിയർത്തു തൊട്ടി അവളുടെ നഗ്നമായ മാറിലേക്ക് വീണപ്പോൾ അവൾ തന്നെ അവളുടെ നെഞ്ചോട് ചേർത്ത് കിടത്തി. ഞാൻ മെല്ലെ മുഖമുയർത്തി എൻ്റെ പെണ്ണിനെ നോക്കി. ചുമന്ന് ആപ്പിൾ പോലെയുണ്ട്. ചുണ്ടിൽ നിന്ന് ചെറു രക്തത്തുള്ളികൾ ഇറ്റി നിന്നതും ഞാൻ എൻ്റെ നാവാൽ പതിയെ തഴുകി. അവൾ ഞെട്ടി തന്നെ നോക്കി. ഞാൻ ഒരു കുസൃതി ചിരിയോടെ എൻ്റെ പെണ്ണിനെ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവളുടെ ചെവിയിൽ മെല്ലെ പറഞ്ഞു, ഈ ആലിപ്പഴം മതി വരുവോളം തിന്നാനും നുണയാനും പ്രണയിക്കാനും സ്നേഹിക്കാനും എല്ലാം ഈ ഇശക്ക് മാത്രമാ അവകാശമുണ്ടാകൂ.